ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ബോർഡ്. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? കവിതയാണ്. സോ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ടിപ്പണി പഠിച്ചാൽ മതി. യെസ്, അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കവിത ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിപ്പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കാര്യം മറക്കരുത്, കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും നമ്മൾ മറക്കാൻ പാടില്ല. അവരെ കുറിച്ച് എഴുതിയിട്ട് വേണം നമ്മൾ ഈ കവിതയിലേക്ക് കടക്കാൻ. അപ്പൊ നമുക്കറിയാം, ക്ഷാമകാലവും അതിനുശേഷമുള്ള ആ നല്ല കാലവും ഒക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അല്ലെ. മനുഷ്യരെ പോലെ തന്നെ മറ്റുള്ള ജീവികൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ലെ, ക്ഷാമകാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ് എന്ത് പറഞ്ഞിട്ടാണ് ഈ കവിത തുടങ്ങുന്നത്. അപ്പൊ നോക്കാല്ലേ, അപ്പൊ നോക്കിക്കേടാ, നമ്മൾ ആദ്യം തന്നെ എന്താണ് കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഹിന്ദി के प्रसिद्ध कवि श्री नागार्जुन जी के एक छोटी सी कविता है अकाल और उसके बाद. അപ്പൊ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള നാഗാർജുൻ ജിയുടെ ഒരു കുഞ്ഞു കവിതയാണ് എന്ത്? അകാൽ और उसके बाद. उन्होंने इस कविता के पहली 4 पंक्तियों में അദ്ദേഹം എന്താണ് ഈ കവിതയിലെ ആദ്യത്തെ 4 വരികളിൽ അകാൽ കാ അല്ലെ ക്ഷാമകാലത്തെ കുറിച്ചും അതുപോലെ ബാദ് കെ 4 पंक्तियों में അതിനുശേഷമുള്ള 4 വരികളിൽ അകാൽ കെ ബാദ് കാ ഭി വർണ്ണൻ കിയാ ഹേ. അപ്പൊ എന്താണ് ആദ്യത്തെ 4 വരിയിൽ അകാലത്തിലെ അതായത് ക്ഷാമകാലത്തെ കുറിച്ചും ശേഷമുള്ള 4 വരികളിൽ എന്താണ് ക്ഷാമകാലത്തിന് ശേഷമുള്ള നല്ല കാലത്തെ കുറിച്ചുമാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. പഹലി 4 पंक्तियों में കൈ ദിനോ തക്, അതായത് ആദ്യത്തെ 4 വരികളിൽ കൈ ദിനോ തക് എന്നും അതുപോലെ തഥാ ദൂസരി 4 पंक्तियों में കൈ ദിനോ കെ ബാദ് കാ ദോഹരായ ഗയാ ഹെ. അപ്പൊ ആദ്യത്തെ 4 വരികൾ എന്താ? കൈ ദിനോ തക് എന്നാണ്. കുറെ ദിവസങ്ങളായിട്ട് എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ശേഷമുള്ള 4 വരികൾ എന്താണ്? കൈ ദിനോ കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്നിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. യെസ്, എന്നിട്ടോ യെസ് കവിത കോ താളാത്മക് ഓർ രോചക് ബനാത്തി ഹെ. ഈ ഒരു കാര്യം എന്താണ്? യെസ്, ഈ കവിതയെ ഭയങ്കര താളവും ലയൊക്കെ ഉള്ള ഒരു കവിതയാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ കവിത നമ്മൾ എഴുതി ശേഷം നമ്മൾ ആദ്യത്തെ 4 വരിയുടേത് അല്ലെ, അതായത് ക്ഷാമകാലത്തെ കുറിച്ചും ശേഷമുള്ള 4 വരി ക്ഷാമകാലത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചും ഒന്ന് ചുരുക്കി അങ്ങ് എഴുതാം അല്ലെ. അപ്പൊ നോക്കിക്കേടാ, കവി കഹത്തെ ഹെ കി അകാൽ കെ കാരൺ കൈ ദിനോ തക്, അതായത് കവി പറയാണ് ക്ഷാമകാലം കൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ചുൽഹ ജലായ നഹി, അടുപ്പ് പുകയുന്നില്ല, അടുപ്പ് കത്തുന്നില്ല. ചക്കി മേ പസീനെ കെ ലിയെ ഘർ മേ തോഠാ ഭി അനാജ് നഹി അല്ലെ, ആട്ടുകലയിൽ ഇട്ടിട്ട് ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ഒരു തരി ധാന്യങ്ങൾ പോലും ഇല്ല. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ കാനി കുത്തിയ ഉസ്കെ പാസ് ജാക്കർ സോറിഹി, അതുകൊണ്ട് തന്നെ ഒറ്റക്കണ്ണുള്ള പട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അടുത്ത് സമീപത്ത് വന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഗാനയ്ക്ക് തലാഷ് മേ ചിക്കലിയാം അല്ലെ, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ചിക്കലിയാം പല്ലികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗർക്കെ ദീവാർ പർ ഇധർ ഉധർ ഭടക് രഹി ഹെ. അപ്പൊ ഈ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് മനുഷ്യര് മാത്രമല്ല അല്ലെ, അപ്പൊ ജീവജാലങ്ങളല്ലേ, അപ്പൊ പല്ലികളൊക്കെ എന്താണ് ചുവരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ 4 വരി. ശേഷമുള്ളതിൽ എന്താ പറയുന്നത്? കൈ ദിനോ കെ ദുഃഖാവസ്ഥ കെ ബാദ് ഘർ മേ ധാന്യ ആയ. അപ്പൊ എന്താണ്? കുറെ ദിവസത്തെ സങ്കടാവസ്ഥയ്ക്ക് ശേഷം എന്താണ് വീട്ടിൽ ധാന്യങ്ങൾ വന്നു. ചുൽഹ ജലായ ഗയ ഓർ ആങ്കൻ മേ ധുആ ഉഠ്നെ ലഗ. അങ്ങനെ അടുപ്പ് പുകയാൻ തുടങ്ങി, പുറത്തൊക്കെ എന്താണ് പുക ഉയരാൻ തുടങ്ങി, അതായത് വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഗർഭർ കെ ലോകോं की आंखों खुशी के मारे चमक उड़ी. വീട്ടിലുള്ള ആളുകളുടെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. കൗം ഭി ഖുഷി സെ അപ്നെ പങ്ക് ഗുസ്ലാനയിലേക്ക്, സന്തോഷം കൊണ്ട് എന്താണ് കാക്കകളൊക്കെ അവരുടെ ചിറകുകളൊക്കെ ഇങ്ങനെ ചിക്കിച്ചിതയാൻ തുടങ്ങി. യെസ്, പിന്നെയോ യഹാം കവിനെ ചുൽഹെ കെ റോനാ ചക്കി കെ ഉദാസ് सोई हुई खानी कुतिया चिपकलियां की दौड़ और चूहों की बुरी हालत आदि के माध्यम से. ഈ ഒരു കവിതയിൽ എന്താണ്? അടുപ്പ് പുകയുന്നില്ല, അതുപോലെ എന്താണ് ആട്ടമ്മി അറിയുന്നില്ല, അതുപോലെ ഒരു ഒറ്റക്കണ്ണുള്ള പട്ടിയെ കുറിച്ചും അതുപോലെ ചിപ്കലിയാം പല്ലികളെ കുറിച്ചും എലികളെ കുറിച്ചൊക്കെ അല്ലെ, അവരെയൊക്കെ മുൻനിർത്തി പ്രതീകമാക്കിക്കൊണ്ട്
आम जनता की गरीबी और विवशता को व्यंग्यात्मक ढंग से बताया गया. ഈ കാര്യങ്ങളെയൊക്കെ പ്രതീകമാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയെ എന്താണ് ആ ഒരു വ്യംഗ്യാത്മകമായിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു കവിതയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കവി ചെയ്യുന്നത്. യെസ്, ഇത്രയുമാണ് എന്ത് നമ്മുടെ അകാൽ और उसके बाद എന്ന കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ഒരു ടിപ്പണി പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ സമ്മറി ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കിട്ടോ. ടാറ്റാ.